ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ തന്നെ കാർഷിക മേഖലയിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളീയരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനാണോ ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്? ഒരു സംശയമില്ല. മലയാള മനോരമ കുറേ ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഒന്നാമത് ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ തീരുവ നിരക്കാണ് നമ്മുടെ 15% പറഞ്ഞിട്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം മറ്റ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അല്ലേ, അതെ, ഇന്തോനേഷ്യ, ചൈന എല്ലാത്തിനും വളരെ കൂടുതലാണ്. എല്ലാം 19, 20 അല്ലേ. വലിയ കൂട്ടുള്ള പാകിസ്ഥാൻ വരെ 19%. അതെ അതെ. എന്നിട്ട് നമുക്ക് 18%. ഇത് സഹിക്കുന്നില്ല. മോദി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊന്നും തീരെ സഹിക്കുന്നില്ല. ഇന്ത്യ വൻശക്തിയാകുന്നത് തീരെ സഹിക്കുന്നില്ല. കാരണം പണ്ട് ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന പശ്ചാത്തലമാണല്ലോ. ഗാന്ധിയെ അന്തിക്രിസ്തു എന്നൊക്കെ വിളിച്ച് ശീർഷകമൊക്കെ എഴുതിയ പശ്ചാത്തലമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാർ ഭരിക്കണം എന്നുള്ള ഒരു ക്രിസ്ത്യൻ വർഗീയവാദത്തിന്റെ പ്രശ്നമാണിത്. ഇതിൻ്റെ അകത്ത് കാർഷിക വിപണിയെ ഗംഭീരമായിട്ട് സംരക്ഷിച്ചിട്ടുള്ള കരാറാണ്. നമ്മളിത് വളരെ വിശദമായിട്ട്, വ്യക്തമായിട്ട്, ലളിതമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് സോയാബീൻ, ചോളം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. നമ്മൾ എന്തൊക്കെ വിത്തുകൾ ഇറക്കുമതി ചെയ്യില്ല എന്നുള്ളത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടായിരുന്നല്ലോ. നമ്മൾ കാർഷിക വിപണിയെയും കർഷകരെയും ക്ഷീര വിപണിയെയും സംരക്ഷിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. സോയാബീൻ, ചോളം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. എത്തനോൾ, ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. ക്ഷീര ഉൽപ്പന്നങ്ങൾ, പൗൾട്രി നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. അവയ്ക്ക് ഒന്നും നമ്മൾ വിപണി തുറന്നു കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കാർഷിക വിപണിയും ഈ ക്ഷീര വിപണിയും തുറന്നു കൊടുക്കണം എന്നുള്ളത് അമേരിക്കയുടെ വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഈ ചർച്ച നീണ്ടുപോയത് തന്നെ. നമുക്കതിന് സൗകര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു നിന്നു. നമ്മളത് തുറന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാലിത്തീറ്റ, ഈ എത്തനോളിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ അവസാനം വരുന്ന ചണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കാലിത്തീറ്റ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. DDGS എന്ന് പറയും. ഇത് ഇവിടുത്തെ പത്രങ്ങളിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. DDGS എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഴ്സ് ഡ്രൈഡ് ഗ്രെയിൻസ് വിത്ത് സൊല്യൂബിൾസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DDGS. അപ്പോൾ DDGS എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. DDGS സോയാബീൻ എണ്ണ, നമ്മൾ സോയാബീൻ സീഡ് ഇറക്കുമതി ചെയ്യുന്നില്ല, സോയാബീൻ എണ്ണ ഇറക്കുമതി ചെയ്യും. ചുവന്ന മണിച്ചോളം, റെഡ് സ്വർഗം, അത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ റെഡ് സ്വർഗം, ചുവന്ന മണിച്ചോളം കാലിത്തീറ്റയാണ്. അപ്പോൾ ചുവന്ന മണിച്ചോളം, റെഡ് സ്വർഗം എന്നാണ് ഇംഗ്ലീഷിൽ. സോയാബീൻ എണ്ണ, DDGS, മറ്റേ എത്തനോളിൻ്റെ ചണ്ടി, ഇതൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീ നട്ട്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ്. DDGSൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ട്രീ നട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട്, വാൽനട്ട്, ഹേസൽ നട്ട്, കാഷ്യൂ, പിസ്റ്റാഷ്യോ ഇവിടെ പലതിലും ഇടുവല്ലോ, ഗാർണിഷിങ്ങിനും എല്ലാത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ നട്ടുകൾ ഇവിടെ വലിയ ഉൽപാദനവും ഇല്ലല്ലോ, ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്നതും അല്ല. അപ്പൊ ആ ട്രീ നട്ടുകൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതൊന്നും ഇവിടെ കൃഷിയുള്ളതല്ല, ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്നതുമല്ല. അപ്പോൾ ചോളം തുടങ്ങിയവയിൽ നിന്നുള്ള എത്തനോൾ ഈ നിർമ്മാണത്തിലെ ഉപോൽപ്പന്നം ആണ് DDGS. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാലിത്തീറ്റ, DDGS ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. അത് വില കുറഞ്ഞ കാലിത്തീറ്റയാണ്. അതും ഇവിടെ കർഷകർക്ക് ഗുണമാണ്. അത് ഇറക്കുമതി ചെയ്യുന്നതാണ് DDGS. അതായത് ചോളം, അരി എന്നിവയിലെ സ്റ്റാർച്ച് ഫെർമെന്റ് ചെയ്ത് വാറ്റിയ ശേഷം, അങ്ങനെ വാറ്റിയിട്ടാണല്ലോ എത്തനോൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ വാറ്റിയതിന് ശേഷമുള്ള ചണ്ടി പിന്നെയും ഉണക്കാനിട്ടിട്ട് തീറ്റയാക്കി മാറ്റുന്നതാണ് DDGS എന്ന് പറയുന്നത്. അത് പ്രോട്ടീൻ റിച്ച് ആണ്. പ്രോട്ടീൻ കണ്ടന്റ് അതിൽ കൂടുതലാണ്. അതിന് വില വളരെ കുറവാണ്. അത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ DDGS. കാരണം ഇവിടത്തെ ഇതിൽ വിഷം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ഇവിടെ പൗൾട്രി, കാലി തീറ്റ, മത്സ്യത്തീറ്റ, ഇത്
നമ്മൾ ഉണ്ടാക്കുന്നത് സോയാബീൻ, പരുത്തി, കപ്പലണ്ടി, കടുക്, തവിട്, ഈ അരിയുടെ തവിട്, അതിൽ നിന്നൊക്കെ എണ്ണ എടുത്ത ശേഷമുള്ള ചണ്ടി, അതാണ് ഇവിടെ കാലിത്തീറ്റയായിട്ട് നമ്മളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ DDGSനേക്കാൾ വില കൂടും. എത്തനോളിൻ്റെ സംസ്കരണത്തിൽ കിട്ടുന്ന ചണ്ടിയേക്കാൾ വില കൂടും. അപ്പോൾ സോയാബീൻ ചണ്ടി അതിന് 43-44 രൂപ കിലോയ്ക്ക് വരും ഇവിടുത്തെ. പക്ഷെ DDGS അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പോകുന്നതിന് 30 രൂപ, ചിലതിന് 20 രൂപ. അത് അതിൻ്റെ കണ്ടന്റ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ 20 രൂപ മുതൽ 30 രൂപ വരെ ആണ് DDGSന് വില വരിക. പക്ഷെ നമ്മൾ ഇവിടെ സോയാബീൻ്റെ ചണ്ടി കാലിത്തീറ്റയാക്കുന്നതിന് 43-44 രൂപ കിലോയ്ക്ക് വരും. 10-14 രൂപ കുറവുള്ള കാലിത്തീറ്റയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്ന DDGS. അതും കർഷകർക്ക് ഗുണമാണ്. അപ്പോൾ അമേരിക്കയിലെ ഈ ചോളം ഉൽപാദനം മിക്കവാറും കൂടും. ഇങ്ങനെ നമ്മൾ അവിടെ കൂടുമായിരിക്കും. എത്തനോളും കൂടുമായിരിക്കും അവിടെ. അപ്പോൾ ചോളം, എത്തനോൾ അത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ലല്ലോ. അവിടെ ഉൽപാദനം കൂടുമായിരിക്കും. ഈ ചണ്ടി നമ്മൾ DDGS ചണ്ടി മേടിക്കുമല്ലോ. കാലിത്തീറ്റ നിർമ്മാതാക്കൾ നമ്മുടെ ഈ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ കാലിത്തീറ്റ നിർമ്മാതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ DDGS ഈ ചണ്ടി, എത്തനോൾ ചണ്ടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതില് അഫ്ലാടോക്സിൻ എന്ന് പറഞ്ഞ വിഷം അടങ്ങിയിരിക്കും കൂടിയ അളവിൽ. അതാണ് ഇവിടെ അത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാത്തത്. ഫംഗസ് ആണ് അത് ഉണ്ടാക്കുന്നത്, അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്നത്. അത് ബ്രോയിലർ ചിക്കൻ കാലികൾ, കന്നുകാലികൾ അവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടുത്തെ DDGS കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാത്തത്. ഇവിടുത്തെ എത്തനോൾ ഉൽപാദനത്തിലെ ചണ്ടി വിഷം ഉള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മുട്ടയിടുന്ന പക്ഷികൾക്ക് ചെറുതായിട്ട് ഇവിടുത്തെ DDGS കൊടുക്കാം എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചുവന്ന മണിച്ചോളം, റെഡ് സ്വർഗം, അത് തീരുവ 0 ആക്കിയിട്ടുണ്ട്. ഇവിടെ കാലിത്തീറ്റയ്ക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യുമല്ലോ അമേരിക്കയിൽ നിന്ന്. 0 ആണ് ഇറക്കുമതി, 0. ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദനം റെഡ് സ്വർഗം, ചുവന്ന മണിച്ചോളം അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ ചെറിയ തോതിൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ കർഷകരെയൊന്നും ബാധിക്കുന്നില്ല. കാരണം നമ്മൾ സോയാബീൻ ഇറക്കുമതി ചെയ്യുന്നില്ലല്ലോ. ആ കർഷകരെ ഇത് ബാധിക്കുന്നില്ല. ഇത് നല്ല കരാറാണെന്ന് ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ സോയാബീൻ എണ്ണയ്ക്ക് ഇപ്പോൾ 16.5% തീരുവ, അത് 0 ആക്കുകയാണ്. സോയാബീൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മൾ അമേരിക്കയിൽ നിന്ന്. അർജന്റീന, ബ്രസീൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ സോയാബീൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. അതിനി അമേരിക്ക ആയിട്ട് മാറും. ആ 3 രാജ്യങ്ങളല്ലാതെ അമേരിക്കയിൽ നിന്ന് കൂടി സോയാബീൻ എണ്ണ നന്നായിട്ട് ഇറക്കുമതി ചെയ്യും. അപ്പോൾ അമേരിക്കയുടെ സോയാബീൻ, ചോളം ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്, ജനിതക മാറ്റം വരുത്തിയ വിത്തുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇറക്കുമതി ചെയ്യാത്തത് സോയാബീനും ചോളവും. അപ്പോൾ അവിടുത്തെ ക്ഷീരം അതും അങ്ങനെ തന്നെയാണ്. കാരണം അവിടുത്തെ പശുക്കൾക്ക് ഈ മറ്റു മൃഗങ്ങളുടെയൊക്കെ ആന്തരാവയവങ്ങൾ ഒക്കെ തിന്നാൻ കൊടുക്കും. പിന്നെ കോശങ്ങളിലെ ടിഷ്യൂസ് ഇതൊക്കെ തിന്നാൻ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നുള്ള പാലുൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല, നമ്മുടെ ക്ഷീരവിപണിയും ചെയ്യുന്നില്ല. അപ്പോൾ വാൾനട്ടിന് 100%, പിന്നെ പിസ്റ്റാഷ്യോ 10%, ആൽമണ്ടിന് 35 രൂപ, കിലോയ്ക്ക് 35 രൂപ മുതൽ 100 വരെ ഇതായിരുന്നു തീരുവ. ഇത് മാറും, അത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ. അമേരിക്കൻ ഈ നട്ടുകൾക്ക്, ട്രീ നട്ടുകൾക്ക് ഇന്ത്യൻ വിപണി കാര്യമായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇവിടെ കർഷകരില്ലല്ലോ.
ഈ 25 നമ്മൾ $10 ബില്യൺ $10 ബില്യൺ അമേരിക്ക ട്രീ നട്ട്സ് കയറ്റി അയച്ചിരുന്നത്. $10 ബില്യൺ. ഇന്ത്യ വാങ്ങിച്ചത് $1.5 ബില്യൺ ട്രീ നട്ട്സ്. ഈ വാൾനട്ട്, പിസ്റ്റാഷ്യോ തുടങ്ങിയ നട്ടുകൾ, ഹേസൽ നട്ടൊക്കെ 1.5 ബില്യൺ ആയിരുന്നു. അത് കൂടും. 1.5 ബില്യൺ വല്ല 2 ബില്യണൊക്കെ ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ട്രീ നട്ട്സിന് തീരുവ കുറച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി കൂടും. വലിയ മാളുകളിലൊക്കെ ഇത് കാണാറുണ്ടല്ലോ ധാരാളം ഈ നട്ടുകൾ. ഇനി 18% എന്ന് പറയുന്നത് നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ 18% തീരുവ അവിടെ ചുമത്തുന്നത് തുണി, തൊകല്, ചെരുപ്പ്, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ, ഇതൊക്കെ. ഇനി അമേരിക്കയ്ക്ക് ചുമത്തിയിട്ടുള്ള വലിയ തീരുവ ഇവിടെ നീക്കുമല്ലോ പ്രധാനമായിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ് വിമാനങ്ങൾ, മരുന്ന്, പിന്നെ നമ്മൾ അങ്ങോട്ട് കയറ്റി വയ്ക്കുന്ന മരുന്നുകൾ, ആഭരണങ്ങൾ, ജംസ്, ഡയമണ്ട്സ്, വൈരം, ഇതൊക്കെ നമ്മൾ ഒരുപാട് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ കയറ്റി വയ്ക്കുന്ന അതൊക്കെയാണ്. അതിനൊക്കെ തീരുവ എന്ന് പറയുന്നത് 18% ആയിട്ട് നിജപ്പെടുത്തുന്നു. ഇത്രയും വ്യക്തമാണ് കാര്യങ്ങൾ. എന്നിട്ടാണ് മാധ്യമങ്ങളുടെ ഇങ്ങനെ പുകയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മനോരമ പോലുള്ള പത്രങ്ങൾ. കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ ഇതൊക്കെ എന്തോ കുഴപ്പമാണെന്ന് വരുത്തണം. ഇന്ത്യ വൻതോതിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. ട്രംപാണ് അടിയറവ് പറഞ്ഞിരിക്കുന്നതെന്ന് ജെഫ്രി സാക്സിനെ പോലുള്ള വലിയ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നു. ഈ കരാറുണ്ടായപ്പോൾ അമേരിക്കയാണ് തോറ്റുപോയിരിക്കുന്നത്, ഇന്ത്യ വൻ ശക്തിയായിട്ട് കുതിക്കുകയാണ് എന്ന് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുമ്പോഴാണ് ഇവിടെ ഒന്നും മനസ്സിലാകാത്ത ചില മാപ്രകൾ ഈ മലയാള മനോരമയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം സുവ്യക്തമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാർഷിക വിപണിയെ സംരക്ഷിച്ചിരിക്കുന്നു, കവചം തീർത്തിരിക്കുന്നു. നമ്മൾ വലിയ നേട്ടം കൊയ്തിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.